ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്മ സ്ഥലങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ രാവിലെ എണീറ്റപ്പോഴത്തേക്ക് എനിക്കൊരു മോഹം നമ്മുടെ നാട്ടിൻപുറത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലൊന്ന്. അപ്പോൾ ഇന്ന് കണ്ടില്ലേ, ഏകദേശം ഒരു 6:30 ആയതേ ഉള്ളൂ കേട്ടോ. ഞാൻ വേഗം എഴുന്നേറ്റ് നമ്മുടെ ആട്ടയ്ക്കകത്ത് കുറച്ച് വെള്ളം, ഉപ്പ് ഇതെല്ലാം ഇട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തു. പകുതി ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു ഓർമ്മ വന്നത്, എന്താണ്, ഒരു വീഡിയോ എടുത്താലോ എന്ന്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, നന്നായിട്ട് മിക്സ് ചെയ്ത്. പിന്നെ ഞാൻ ഈ പേപ്പർ എടുത്തിരിക്കുന്നത് നമ്മുടെ ബേക്കിംഗ് പേപ്പറാണ് കേട്ടോ. ഫോയിൽ പേപ്പറിനോട് ഈയിടെയായിട്ട് വലിയ താല്പര്യമില്ല എനിക്കതുകൊണ്ടാണ്. അപ്പോൾ അതിനകത്ത് നമ്മുടെ ജീരകം, പിന്നെ ഈ പറയുന്ന പോലെ തേങ്ങ, ശർക്കര ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ കുറച്ച് നമ്മുടെ ആട്ട എടുത്ത് മിക്സ് ചെയ്ത് വെച്ച് ആട്ട എടുത്ത് നമ്മുടെ പേപ്പറിനകത്ത് വെച്ച് വെള്ളമൊക്കെ ചെറുതായിട്ട് കയ്യിൽ പറ്റിച്ച് ഇങ്ങനെ റൗണ്ട് ഷേപ്പിലാക്കി വെച്ചു കേട്ടോ. അതിനകത്തോട്ട് പിന്നെ ശർക്കരയും തേങ്ങയും കൂടെ മിക്സ് ചെയ്ത് എടുത്ത് വെച്ചു. അതിനുശേഷം നമ്മുടെ അപ്പച്ചമ്പിനകത്തോട്ട് ഇതൊക്കെ വെച്ച് നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. ഇവിടെ പിള്ളേർക്കും ഹസ്ബൻഡിനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അപ്പം നമ്മുടെ നാട്ടിൻപുറം വിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇല ഇപ്പം എപ്പോഴും ഓടിച്ചെന്നാൽ കിട്ടണം എന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനത്തെ കുറുക്കുവഴികളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയാം, നല്ല കട്ടൻ ചായയും ഇതൊക്കെ ഇത് കഴിക്കുമ്പോഴത്തേക്കുള്ള കിട്ടുന്നൊരു സുഖം നമ്മൾ എന്നാ പറയണ്ടേ, മസാല ദോശ കഴിച്ചാലും നമുക്ക് കിട്ടത്തില്ല. ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മുടെ നാട്ടിൻപുറം. അപ്പം നിങ്ങൾ വിചാരിക്കും, ഇതെന്നാണ് ഇങ്ങനെ കൈയൊക്കെ വെച്ച് ഉപയോഗിക്കുന്നത്? കൈയൊക്കെ നമ്മുടെ നാട്ടിൻപുറത്ത് നമ്മൾ കൈയൊക്കെ വെച്ചുകൊണ്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നത്. നമ്മൾ വെറുതെ ഒരു വീഡിയോയ്ക്ക് വേണ്ടി നാടകം കളിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് എനിക്കതിനോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല കേട്ടോ. ഇങ്ങനെ ഉടായ്പ കാണിക്കുന്നതൊന്നും വലിയ താല്പര്യമില്ല. അപ്പോൾ ഞാൻ നമ്മുടെ പക്ക നാട്ടിൻപുറത്തിൻ്റെ രീതിയിലാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 2-3 ഓൾറെഡി ഉണ്ടാക്കി വെച്ചു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇടയ്ക്കാണ് വീഡിയോ എടുക്കണമെന്നൊക്കെ ഓർമ്മ വന്നത് കേട്ടോ. പിന്നെ നല്ല അടിപൊളിയായിട്ട് ഞാൻ ഇതിന് നടുക്കോട്ടെല്ലാം വെച്ച് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഉണ്ടാക്കി ഇങ്ങനെ കഴിക്കുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്കറിയാലോ, ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായത് ഫോയിൽ പേപ്പർ ഉപയോഗിച്ചാണ് ഞാൻ ചെയ്തത്. ഇപ്രാവശ്യം എനിക്ക് ഫോയിൽ പേപ്പറിനോട് വലിയ താല്പര്യമില്ലായ്മയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫോയിൽ പേപ്പറിനെ ഉപേക്ഷിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എന്നാ പറയണ്ടേ, ഇങ്ങനെ പുഴുങ്ങിയെടുക്കുമ്പോഴുള്ള പരിപാടിയോട് ഞാൻ ഫോയിൽ പേപ്പർ ഉപേക്ഷിച്ചു കേട്ടോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ബേക്കിംഗ് പേപ്പർ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇലയില്ലാത്ത സ്ഥിതിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തല്ലേ പറ്റൂ. എന്തിൻ്റെയൊക്കെ നടുക്ക് വെച്ചല്ലേ പറ്റൂ. അതുകൊണ്ട് ഞാൻ അടിപൊളിയായിട്ട് ഇതിനകത്ത് വെച്ച് നല്ല മിക്സ് ചെയ്ത് നല്ല സൂപ്പറായിട്ട് വെച്ചു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. പിന്നെ ഇതുണ്ടോ, ഇടത്തോട്ടും വലത്തോട്ടും എല്ലാം തിരിച്ചും മറിച്ചും എല്ലാം വെച്ച് അവസാനമാണ്ട് ഞാൻ എല്ലാം കംപ്ലീറ്റ് 8-10 ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പാത്രമൊക്കെ ഉണ്ട്, ഫുള്ള് കാലിയായി കേട്ടോ. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ ഇനിയിപ്പോൾ അടച്ചു വെക്കാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.